ഏതൊരു തെരഞ്ഞെടുപ്പിലും നിശ്ചയമായും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുക. അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് UDF കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്തുകൊണ്ടെന്നാൽ ഈ ഭരണവിരുദ്ധ വികാരം ഉയർത്തിക്കൊണ്ടുവരുന്നത് ശിഥിലമായി പോകുന്ന അവസ്ഥയാണ്. അൻവർ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും നിലമ്പൂരിൽ നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ അൻവർ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ വലിയ തോതിൽ വോട്ടുകൾ ക്യാൻവാസ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയായി, ഒരു സ്ഥാനാർത്ഥിയായി എനിക്ക് തോന്നുന്നില്ലെങ്കിൽ പോലും ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ കൂടി അൻവറിലേക്ക് ചെല്ലും എന്നുള്ളതാണ് വസ്തുത. ശ്രീ അൻവർ ഉന്നയിച്ചിട്ടുള്ള വിഷയം RSS ബന്ധമാണല്ലോ. ഈ RSS ബന്ധം CPM-നെയും ഇടതുപക്ഷത്തെയും ഉപയോഗിക്കാൻ അതേ അൻവർ തന്നെ ഈ മെയ് 30, ജൂൺ 1 തീയതികളിൽ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങൾ താങ്കളുടെ ആർക്കൈവ്സിലുണ്ടാവും, പരിശോധിച്ച് നോക്കുക. അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്? ശ്രീ VD സതീഷിനെതിരെ RSS ബന്ധം ആരോപിക്കുകയാണ്. അപ്പോൾ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളാണ് ഇപ്പോഴും UDF ഉയർത്തിക്കാട്ടുന്നതെങ്കിൽ അത് അവരുടെ തെരഞ്ഞെടുപ്പിൽ തിരിഞ്ഞുകുത്തും എന്നുള്ളത് തന്നെയാണ് വസ്തുത. മറിച്ച് സംസ്ഥാനത്തെ വികസന നേട്ടങ്ങളാണ് കഴിഞ്ഞ 23 ദിവസങ്ങളിലായി ഇടതുപക്ഷം നിലമ്പൂർ മണ്ഡലത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഞാൻ നിലമ്പൂർ പോയിരുന്നതാണ്. നിലമ്പൂരിൽ 10 കൊല്ലം മുമ്പ് സഞ്ചരിച്ചിരുന്ന റോഡുകളല്ല, ആ റോഡുകൾ ഇപ്പോൾ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരും പ്രവർത്തകരും നിലമ്പൂരിൽ തമ്പടിച്ചിട്ടുണ്ട്. അവർക്ക് വളരെ കൃത്യമായിട്ടറിയാം നിലമ്പൂരിൽ നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യവും ഇപ്പോഴുണ്ടായിരുന്ന സാഹചര്യവും. ഇപ്പോൾ മാറി വന്നിട്ടുള്ള റോഡുകൾ ഏതെങ്കിലും 1-2 വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിനെ കാണാൻ കഴിയില്ല. സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ 9 കൊല്ലത്തെ ഭരണ നേട്ടം നിശ്ചയമായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നതിന് ഒരു മടിയും ഇടതുപക്ഷം അവിടെ കാണിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ രാജ്യത്തെ ആദ്യത്തെ അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അത് സാധിച്ചെടുത്തത് ചില്ലറ കാര്യമല്ല, അതിനെ നിസ്സാരവൽക്കരിച്ച് കാണാനല്ല. മാത്രമല്ല പ്രഖ്യാപിക്കാൻ പോവുക എന്ന് പറയുന്നത് നിസ്സാരമല്ലല്ലോ, അതിനുള്ള പടിപടിയായിട്ടുള്ള പ്രവർത്തനമാണല്ലോ നടന്നു വന്നിട്ടുള്ളത്. അതൊരു വലിയ നേട്ടമായി അംഗീകരിക്കണം അത് ജനങ്ങൾക്കിടയിൽ. കാരണം നിലമ്പൂർ പോലുള്ള കുടിയേറ്റ കർഷകരുടെയും കുടിയേറ്റ ഗ്രാമങ്ങളും ആദിവാസികളും ഭൂരിപക്ഷമുള്ളൊരു സംസ്ഥാനത്ത് സ്വാഭാവികമായും വന്നിട്ടുള്ള ഒരു വലിയ ചർച്ചാ വിഷയമായി അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ ഉണ്ടാവും. മാത്രമല്ല നിലമ്പൂരിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും വന്യജീവി മനുഷ്യ സംഘർഷമാണല്ലോ മറ്റൊന്ന് UDF ഏറ്റവും വലിയ വിഷയമായി ഉയർത്തിക്കാട്ടുകയും ഒരു കുട്ടിയുടെ മരണത്തെ പോലും രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഉപയോഗിക്കുകയും ശ്രമിക്കുകയും ഒക്കെ ചെയ്ത് പരാജയപ്പെട്ടത്. വന്യജീവി മനുഷ്യ സംഘർഷം ഉണ്ടായിട്ടുള്ളത് 1972 നിയമത്തിൻ്റെ കൂടി അഭാവം കൊണ്ടാണ്. അത് കേന്ദ്ര നിയമമാണെന്ന് ആരുമല്ല നമ്മളാരും. പക്ഷേ എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. മാത്രമല്ല സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ചീഫ് കൺസർവേറ്റീവ് ഫോറസ്റ്ററിന് അനുമതി നൽകണം ഈ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കപ്പെടുന്ന മൃഗങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ചിട്ടുണ്ട്. ആ കത്ത് പൊതുമണ്ഡലത്തിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഒരു ഇടപെടലുകളും നടത്തുന്നില്ല എന്ന പ്രചരണത്തിന് അത് അവസാനം ഇടുകയാണ്. മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ സമാനതകളില്ലാത്ത ഇത്തരം വന്യജീവി മനുഷ്യ സംഘർഷവും മനുഷ്യൻ്റെ ജീവനും കൃഷിക്ക് നാശവും സംഭവിച്ചിട്ടുണ്ട്.